നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന ടൈമിൽ നമുക്ക് അല്പം മസാലപ്പൊടി ഒന്ന് എടുത്തു വയ്ക്കാം. ആദ്യമായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. വെണ്ണയൊക്കെ സെപ്പറേറ്റ് ആയി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഒന്നിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മസാലപ്പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. നന്നായിട്ട് മസാലപ്പൊടി ഒന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന